ഒരിക്കൽ പോലും പീരീഡ് ആയിട്ടില്ല, പ്രഗ്നന്റ് ആവാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് പീരീഡ് ആവാത്തൊരവസ്ഥ രണ്ട് കാരണങ്ങൾ മൂലം ഉണ്ടാവാം. ഒന്ന്, ആ ലേഡിയുടെ ഓവറിയുടെ ഫംഗ്ഷൻ ക്രമാതീതമായിട്ട് ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആ ലേഡിക്ക് യൂട്രസ് ഇല്ല. ഈ രണ്ട് കാര്യങ്ങളിലല്ലേ നമുക്ക് പീരീഡ്സ് ഇല്ലാതെ വരത്തുള്ളൂ. യൂട്രസ് ഇല്ലാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ഗർഭധാരണം നടക്കത്തില്ല. വാടക ഗർഭധാരണം അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷേ വേറൊരു പ്രശ്നമാണ് ഓവറിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു പോകുന്നൊരവസ്ഥ. അത് ചില അസുഖങ്ങൾ മൂലമൊക്കെ ചില ലേഡീസിന് ഓവറിയുടെ ഫംഗ്ഷൻ ഭയങ്കരമായിട്ടൊന്ന് തീർത്തും ഇല്ലാണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും ആ ലേഡിയിൽ നിന്ന് ഓവറിൽ നിന്ന് അണ്ടങ്ങൾ കിട്ടാതെ വരാം. ഇതുമൂലം അവരുടെ യൂട്രസിൻ്റെയൊക്കെ സൈസ് ഭയങ്കര നാരോഡായി പോയി ഒരു 5 സെൻറ്റിമീറ്റർ വേണ്ട യൂട്രസ് ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ള കപ്പിളിനോട് അവരുടെ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് എന്തൊക്കെയായാലും സ്വന്തമായിട്ട് അവരുടെ എഗ്ഗ് കിട്ടാൻ പോകുന്നില്ല, കാരണം ഓവറി ആർ ഫെയിലിയർ. പക്ഷേ അവരുടെ യൂട്രസ് എന്നുള്ളൊരു ഓർഗൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ മസിൽ. അതിന് ഒരു മാസം മുറ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺ പിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ഗർഭനിരോധ ഗുളിക കൊടുക്കുകയാണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് ബോഡി കിട്ടുവാണെങ്കിൽ യൂട്രസ് വിൽ സ്റ്റാർട്ട് ആക്ടിങ്. അപ്പോൾ ഒരു 5-6 മാസം ഒരു യൂട്രസിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്താൽ യൂട്രസ് പതുക്കെ അതിൻ്റെ നോർമൽ ഷേപ്പിലോട്ട് എത്തും. അപ്പം ഒരു 1 സെൻറ്റിമീറ്റർ യൂട്രസ് ചിലപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ യൂട്രസായി വളർന്നു. അതിനുശേഷം നമുക്ക് വേറൊരു ഊസൈഡ് ഡോണറും ഹസ്ബൻഡിൻ്റെ ബീജം തമ്മിലൊരു എംബ്രിയോ കൊടുത്താൽ നമുക്കൊരു ഭ്രൂണമായി. ആ ഭ്രൂണം യൂട്രസ് വെച്ച് കൊടുക്കുക, ആ ലേഡി പ്രഗ്നൻ്റ് ആയി, അവർക്ക് അവരുടേതായ കുട്ടിയായി. പക്ഷേ ഇത് നമ്മൾ ചെയ്യാതെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാണ്ടിരുന്നാലോ ജീവിതകാലം മുഴുവൻ ഒരു കുട്ടികളില്ലാത്ത അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ഒരിക്കൽ പോലും പീരീഡ് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രഗ്നൻസി ആവാൻ ഇപ്പോഴത്തെ സയൻസ് നമുക്ക് അവസരം തരുന്നുണ്ട്.